വീട്ടുകാരുടെ എതിർപ്പിനെ വകവെക്കാതെ ഹീറോ താൻ സ്നേഹിച്ച പെണ്ണിനെ വിവാഹം കഴിക്കുന്നുണ്ട്. ഇതിനാൽ വർഷങ്ങളോളം വീട്ടുകാരുമായി പിണങ്ങി നിന്നിരുന്ന ഹീറോ തന്റെ സഹോദരിയുടെ കല്യാണത്തിന് പങ്കെടുക്കാൻ ഭാര്യയും കൂട്ടി പുറപ്പെടാണ്. നാട്ടിലെത്തിയ ഇവരെ ബസ് സ്റ്റോപ്പിൽ വെച്ച് തന്നെ ആളുകൾ വിചിത്രമായി നോക്കുന്നുണ്ട്. വീട്ടിലെത്തുമ്പോൾ ഈ കല്യാണത്തിന് തങ്ങളെ അല്ലാതെ പുറത്തുനിന്ന് ആരെയും ക്ഷണിച്ചിട്ടില്ല എന്നിവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നാൽ ഇവര് വന്നതിൽ അച്ഛന് നീരസുണ്ടെന്ന് അച്ഛന്റെ പെരുമാറ്റത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. അപ്പോഴും ഹീറോയുടെ ഇളയ സഹോദരൻ തനിക്കും സഹോദരിക്കും ഏട്ടൻ ഈ ഒരു കല്യാണത്തിന് വരണമെന്ന് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഏട്ടനെ ക്ഷണിച്ചതെന്ന് പറയുന്നത്. നിശ്ചയം കഴിഞ്ഞ ഉടനെ ഹീറോ ഭാര്യയും കൂട്ടി പോകാൻ പുറപ്പെടുന്നു. എന്നാൽ സഹോദരി അവരെ തടയാണ്. 3 വർഷമായി ഏട്ടനെ കാണാതെ താൻ എത്രയോ വിഷമിച്ചു എന്നും വന്ന സ്ഥിതിക്ക് എന്റെ കല്യാണം കഴിയാതെ പോകാൻ സമ്മതിക്കില്ല എന്നും പറയാണ്. കുടുംബത്തോടൊപ്പം താമസിക്കണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട് ഭാര്യയും കല്യാണം കൂടിയതിനു ശേഷം തിരിച്ചു പോകാമെന്ന് ഭർത്താവിനെ നിർബന്ധിക്കാണ്. അതിനിടയിൽ വീട്ടിലുള്ള സ്ത്രീകൾ അവളോട് ജാതി ഏതാണ്, വീട് എവിടെയാണ്, ഏതുവരെ പഠിച്ചു എന്നിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് വീർപ്പ് മുട്ടിക്കാൻ തുടങ്ങി. തന്റെ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടതിനാൽ ഒരു ഓർഫനേജിലാണ് താൻ വളർന്നതെന്നും അതുകൊണ്ട് ജാതിയെ പറ്റി ഒന്നും വലിയ നിശ്ചയമില്ലെന്നും അവൾ മറുപടി പറയാണ്. BA വരെ പഠിച്ചിട്ടുണ്ടെന്നും നന്നായി പാചകം ചെയ്യുമെന്ന് കൂടി അവൾ കൂട്ടിച്ചേർക്കുന്നു. പിന്നീട് ഈ വിശേഷമെല്ലാം അവൾ ഭർത്താവിനോട് പറയാണ്. പിറ്റേന്ന് രാവിലെ എല്ലാവരും തുളസിത്തറയുടെ മുന്നിൽ പൂജ ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതും അവൾ കാണുന്നുണ്ട്. അവൾ അവരോടൊപ്പം പങ്കുചേരാണ്. എന്നാൽ അവളുടെ ചേഷ്ടകളിൽ നിന്ന് അവൾക്ക് പൂജയെ പറ്റി ഒന്നും അറിവില്ലെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ വീട്ടിലെ ഇളയ മരുമകൾ ഒരു കീർത്തനം ആലപിക്കുകയും എല്ലാവരുടെയും കാല് തൊട്ട് വണങ്ങുകയും ചെയ്യുന്നു. ഉടനെ സ്ത്രീകൾ എല്ലാവരും ചേർന്ന് അവളെ വാനോളം പുകഴ്ത്താണ്. ഈ വീട്ടിലെ തങ്കപ്പെട്ട മരുമകളാണ്, വീട്ടുജോലിയിലും പാചകത്തിലും അവളെ തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് അവളെ പുകഴ്ത്തി പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഇത് കേട്ട മൂത്ത മരുമകൾക്ക് അസൂയ ഉണ്ടാകുന്നു. തന്നെ പറ്റിയും ഇങ്ങനെയെല്ലാം പറയിപ്പിക്കണമെന്ന് അവൾ തീരുമാനിക്കാണ്. ഇതിനായി ജോലികളെല്ലാം അവൾ സ്വയം ചെയ്യാനായിട്ട് തുടങ്ങാണ്. ഇതേ സമയം ബസ് സ്റ്റോപ്പിൽ മരുമകളെ വിചിത്രമായി നോക്കിയ ആൾ ജയിലിലെത്തി കർണൻ എന്ന തടവുകാരനെ സന്ദർശിക്കുകയും അയാളോട് താൻ ജാൻസിയെ കണ്ടു എന്ന് പറയുകയും ചെയ്യുന്നു. അത് കേട്ട് അയാള് അത് ജാൻസി ആണോ അല്ലയോ എന്ന് ഉറപ്പിച്ചിട്ട് വരാനായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് പാർട്ടിനായി സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ.